അപ്പൊ നോമ്പ് പിടിച്ചാൽ ആ നോമ്പിന്റെ പ്രതിഫലം എന്താ? ആ നോമ്പിന്റെ പ്രതിഫലം നമുക്ക് ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ? അത് അള്ളാഹുവിന് മാത്രമേ അറിയൂ. അതാണ് നോമ്പ്. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹ് ഈമാൻ തരുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ നോമ്പ് ആർക്ക് വേണ്ടി പിടിക്കണം? ആർക്ക് വേണ്ടി പിടിക്കണം? അള്ളാഹിന് വേണ്ടി പിടിക്കണം. അപ്പോഴാ പ്രതിഫലം കിട്ടുക. നമ്മൾ നിയ്യത്ത് ചെയ്യുമല്ലോ, നവൈതു സൗമഗദിൻ അന്നദാഇ ഫർദ റമളാനി ഹാദിഹി സനതി. ഒക്കെ എങ്ങനാ? ലില്ലാഹി തആല, അള്ളാഹിക്ക് വേണ്ടി പിടിക്കണം. അല്ലാതെ റമളാൻ വന്നു വീട്ടിലെല്ലാം നോമ്പാ, പിടിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? വാപ്പച്ചി അടിച്ചാലോ? അല്ലെ, എല്ലാരും പിടിച്ചേക്ക. അങ്ങനല്ല, അള്ളാഹുവിന് വേണ്ടി നീ നോമ്പ് പിടിക്കണം. അള്ളാഹുവിന് വേണ്ടി നോമ്പ് പിടിക്കുമ്പോ കാണുമ്പോ തുപ്പി നടന്നാ പോരാ. നോമ്പ അതല്ല. അള്ളാഹുവിന്റെ തൃപ്തി കരുതിയിട്ട് പടച്ചവന് വേണ്ടി നീ നോമ്പ് പിടിക്കണം. നോമ്പ് പിടിച്ചാൽ നിനക്ക് പ്രതിഫലം അള്ളാഹു തരും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.